നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 8/8/2026 ശനിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ തുടർച്ചയായി 1 ഗ്രാമിൻ്റെ മുകളിൽ 100 രൂപയും 1 പവൻ്റെ മുകളിൽ 800 രൂപയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ളത്. അതേസമയം അമേരിക്കയിൽ 23,000 പേരുടെ പണി പോയി. പിന്നാലെ സ്വർണം കത്തിക്കയറിയിരിക്കുകയാണ്. രാജ്യാന്തര വിപണിയുടെ ചൂട് പിടിച്ചാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മുന്നേറ്റം. രാജ്യാന്തര വില ഇന്ന് രാവിലെ ഉള്ളത് ഔൺസിന് $100.97 ഉയർന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഏറ്റവും ഉയരമാണിത്. അമേരിക്കയിൽ തൊഴിൽ വിപണി തകർച്ചയുടെ പാതയിലാണെന്ന് വ്യക്തമായതോടെ ഇനി അടുത്തെങ്ങും US കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടാൻ മുതിരില്ലെന്ന് ഉറപ്പായി. ഇന്നത്തെ വിശദമായ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 13,965, 1 പവൻ 1,11,720. അതുപോലെ 24 ക്യാരറ്റ് 15,235, 1 പവൻ 1,21,880. അതുപോലെ 18 ക്യാരറ്റ് 11,426, 1 പവൻ 91,408. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം ഇന്ന് കേരളത്തിൽ വെള്ളി വിലയും വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഗ്രാമിന് 245 രൂപയിലും 10 ഗ്രാമിന് 2,450 രൂപയിലുമാണ് വെള്ളി വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 286, RSS 5 കിലോ 281, ISNA 20 256, ലാറ്റക്സ് 60% 200 രൂപ 75 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 284, RSS 5 കിലോ 281. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 276, RSS 5 കിലോ 273. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്നത്തെ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ് രാവിലെ ആയിട്ട് നോക്കുമ്പോൾ. ഇന്നത്തെ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില നോക്കിയാലോ. ഗ്രേഡ് RSS 4 കിലോ 281, ഗ്രേഡ് RSS 5 കിലോ 275, ലൂസ് സ്റ്റേറ്റ് കിലോ 268, ലോട്ട് കിലോ 242. ഇതാണ് ഇപ്പോൾ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ് ഹൈസ്കൂൾ പഠനം ഹൈടെക് ആക്കാൻ റൈസ്, അതായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ലക്ഷ്യവുമായി റൈസ് മീൻസ് AI റോബോട്ടിക്സ് ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ പദ്ധതി തുടക്കമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഈ പദ്ധതി കൈറ്റിൻ്റെ നേതൃത്വത്തിൽ ഹൈസ്കൂളിൽ AI റോബോട്ടിക്സ് മേഖലകളെ സംയോജിപ്പിച്ച് മുൻനിര റോബോട്ടിക് കിറ്റുകളടങ്ങിയ റൈസ് ഹബ്ബുകൾ സ്ഥാപിച്ച് കുട്ടികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രായോഗിക പരിശീലനം നൽകും. നൂതന ഉപകരണങ്ങളുടെ പ്രോട്ടോടൈപ്പുകൾ സ്വയം നിർമ്മിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ചെറുപ്പത്തിലെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്താൽ കുട്ടികളെ നല്ല ദിശാബോധമുള്ള കുട്ടികളായി വളർത്താം. ഇപ്പോൾ സ്കൂളുകളിലെ NSSലും NCC കേഡറ്റുകളിലും കുട്ടികളെ പങ്കെടുപ്പിച്ച് അവരുടെ നല്ല രീതിയിലുള്ള കായികാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി.